അതായത് സർക്കാരും CPM-ഉം നവീൻ ബാബുവിന്റെ കേസിൽ ഇരകളോടൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരിവെക്കുന്നതാണ് ഇന്നലെ നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി. അതിൽ പറയുന്നത് എന്താണ്? അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ്. ആ SIT രൂപീകരിച്ചത് പോലും ഒരു ഓർഡർ പോലുമില്ല, ഒരു ഉത്തരവ് പോലുമില്ല, വാക്കാലാണ്. അവരാരെയാണ് ചോദ്യം ചെയ്തത്? അവരീ പറയുന്ന കൈക്കൂലി അവര് അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഒരു കുറ്റമുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായി ഇദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പോലീസ് ചെയ്യുന്നത്. ഇദ്ദേഹം കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ച് ഒരു അന്വേഷണമില്ല, അവരെ ചോദ്യം ചെയ്യുന്നില്ല. കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെക്കുറിച്ച് അയാളെ ഒരു അന്വേഷണമില്ല, അയാളുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമില്ല, അയാൾക്കെതിരായി യാതൊരുവിധ നടപടിയുമില്ല. മാത്രമല്ല, പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് CPM-ന്റെ ഇരട്ടത്താപ്പ് കാണിച്ചു. വ്യക്തിയല്ല, പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത്. പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ്. അപ്പോൾ അവർ ഗൗരവതരമായ വീഴ്ചകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ അകത്ത് ഞെട്ടിക്കുന്ന കാര്യം. അപ്പം അതുകൊണ്ട് സർക്കാർ ഇതിൻ്റെ അകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. അത്തരം വിഷയങ്ങൾ വന്നാൽ കുടുംബം ആവശ്യപ്പെട്ടാൽ സർക്കാർ കോടതിയിൽ CBI അന്വേഷണത്തിന് സമ്മതിക്കുന്ന സ്ഥിതിയാണ്. ഇത് വളരെ അപകടകരമായ ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്രയും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു മരണമുണ്ടായിട്ട് കേരളം മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുമ്പോഴും ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഗവൺമെന്റും പോലീസും ശ്രമിക്കുന്നത്? ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വലിയ ദുരൂഹതകളുണ്ട്. ഈ പ്രോപ്പർട്ടി ആരുടേതാണ്? ഈ പമ്പ് ആരുടേതാണ്? കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പമ്പ് തുടങ്ങാനുള്ള ശേഷി, സാമ്പത്തിക ശേഷി ഇയാൾക്കില്ല, പ്രശാന്തനില്ല. ഇപ്പൊ പ്രശാന്തൻ ആരുടെ ബിനാമിയാണ്? അതാണ് ചോദ്യം. ആരുടെ ബിനാമിയാണ് എന്നതാണ് ചോദ്യം. അന്വേഷണത്തിൽ നടന്നാൽ ആ ബിനാമി ഏർപ്പാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും. ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ആളുടെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്തൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. നിവർത്തികേടുകൊണ്ട് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടും ദിവ്യയെ സാന്ത്വനിപ്പിക്കാൻ, ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യകളൊക്കെ പോയത്. അപ്പോൾ ദിവ്യക്ക് കുറെ രഹസ്യങ്ങൾ അറിയാം ഇത് സംബന്ധിച്ച്. അത് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ട്. CPM എത്രമാത്രം ജീർണത നേരിടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. PP ദിവ്യ മാത്രമാണോ, അല്ലെങ്കിൽ PP ദിവ്യ ഇതിലൊരു ബലിയാടാക്കി മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട്? അല്ല, അതൊക്കെ അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. PP ദിവ്യ എന്തായാലും ഇടപെട്ടിട്ടുണ്ട്. PP ദിവ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ക്യാമറയും കൊണ്ട് വന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ശരിയാണ്. അതെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷിക്കണം. ആർക്ക് വേണ്ടിയായിരുന്നു? ദിവ്യയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു? അല്ലെ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക്, CPM നേതാക്കൾക്ക് വേണ്ടിയായിരുന്നു? ഇപ്പോഴും ദിവ്യയെ പ്രീതിപ്പെടുത്താൻ, ദിവ്യയെ തള്ളിപ്പറയാതെ ഇപ്പോഴും നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് സംശയം വരുന്ന രീതിയിലാണ് CPM നേതാക്കൾ സംസാരിക്കുന്നത്. ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട്. CBI അന്വേഷിക്കട്ടെ, CBI അന്വേഷിക്കണം. CBI അന്വേഷിച്ചേ മതിയാവും എന്നാണ് ഞങ്ങളുടെ നിലപാട്. കുടുംബം പറയുന്ന ചില കാര്യങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നു. അതോടൊപ്പം തന്നെ CCTV-യും ഇവരുടെ ഫോൺ സംഭാഷണങ്ങൾ വളരെ വിശദമായിട്ടാണ്, അവരുടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വാദഗതികളാണ് അവർ ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് നടപടി നടത്താൻ. ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പേ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി. മാത്രമല്ല, PP ദിവ്യയുടെ ഭർത്താവും പ്രശാന്തനും ജോലി ചെയ്യുന്ന ഈ പെരിയാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്തു. മനസ്സിലായില്ല?
അതറിയാമല്ലോ, പെരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ എന്ത് മാനിപ്പുലേഷൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കും. ഇവരെല്ലാം അവിടെ തന്നെയാണ്, ഈ പ്രതികളും കൂട്ടുകാരും പാർട്ടിക്കാരും എല്ലാം അവിടെ തന്നെ, എന്ത് നടക്കും. അവിടെ ചെയ്യരുത് എന്ന് ഈ വിക്ടിമിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയി തിരിച്ചു പോയെന്നൊക്കെ കഥകളാണ്. ഒരു CCTV ഫുട്ടേജും ഇതുവരെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. അപ്പൊ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചതിനെ അവർ ചോദ്യം ചെയ്യുന്നു. കളക്ടർക്കെതിരെ കളക്ടർ തീർച്ചയായിട്ടും, കളക്ടർ ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത്, കളക്ടറുടെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ്, ഇവർ വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഇരിപ്പുണ്ടല്ലോ, അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, എന്താണ് അതിന്റെ മെസ്സേജ് എന്താ. ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സോറി മാഡം ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല, അങ്ങനെ പറയാമല്ലോ. ഇതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമുള്ള ഫംഗ്ഷനാണ്, ഒരു പൊതുപരിപാടിയല്ല എന്ന് പറയാം. ഇനി അപ്പം പറയാൻ മടിയുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് ADM-നെ സംസാരിക്കുമ്പോഴും അപ്പോൾ സോറി മാഡം ഇങ്ങനെയൊന്നും ഈ യോഗത്തിൽ സംസാരിക്കരുത്, ഒരു യാത്രയപ്പ് യോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ഒഴിഞ്ഞു വരിക. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മൊഴി മാറ്റി പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതൊക്കെ വെറുതെ ഫാബ്രിക്കേറ്റ് ചെയ്ത സാധനമാണ്. അപ്പോൾ കളക്ടറുടെ നിലപാടും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM ജമാഅത്ത് തർക്കം തുടരുകയാണ്. അതിനിടയിൽ CPM അതുവഴി ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗിന് അടക്കമാണ്. അല്ല, CPM സ്വയം പരിഹാസ്യമാവുകയാണ്. CPM പറയുന്നത് എന്താ, SDPIയും മറ്റേ ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടിയേർത്തു UDF. അതാണ് പാലക്കാട് വോട്ടാണ്. പാലക്കാട് അവിടെ വോട്ട് കുറഞ്ഞത് 11,000 വോട്ട് കുറഞ്ഞത് ആരുടെ വോട്ടാ? BJPയുടെ വോട്ടാണ് കുറഞ്ഞത്. ആ BJP കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ പിടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ SDPക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ടായ ഇല്ല. അപ്പൊ വെറുതെ തോറ്റു കഴിഞ്ഞാൽ തോറ്റെന്ന് പറയണം. ഞങ്ങൾ പറയല്ലോ, ചേലക്കര ഞങ്ങൾ തോറ്റു. കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ അവിടെ ഒരു ന്യായത്തിനും പോയില്ല, വല്ലതും പറയാൻ പോയാ തോറ്റത് ജനങ്ങളല്ലേ ഞങ്ങളെ തോൽപ്പിച്ചത്, അവരെ ജയിപ്പിച്ചത് ഞങ്ങൾ സമ്മതിച്ചല്ലോ. ഞങ്ങൾ പിന്നെ സന്തോഷമാണ്. 40,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം CPM ജയിച്ചെടുത്ത് ഈ പ്രാവശ്യം 12,000 വോട്ടിലാണ് ജയിച്ചതെന്ന് പറഞ്ഞു. ഇപ്പൊ ഉള്ള സംഭവം എന്താ, എന്ന് മുതലാണ് CPM-ന് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും വർഗീയവാദികളായത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴുള്ള പത്രസമ്മേളനം പുറത്തു വന്നല്ലോ. SDPI ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ കുഴപ്പം കോൺഗ്രസ് എന്നല്ലേ ചോദിച്ചത് അന്ന്. അപ്പം അന്ന് കൂട്ടുകൂടായിരുന്നു. ഇപ്പം ജമാഅത്ത് ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിലുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന പടമുണ്ട്. അവരുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട് അദ്ദേഹം, ഇവരുടെ കൂടെ നിന്ന്. ഞാനിപ്പോൾ ഇവിടെ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. കേരളം മുഴുവൻ അങ്ങനെയാണ്. അവർ പറഞ്ഞല്ലോ 2001-ലും 2006-ലും 2011-ലും 2016-ലും ഒക്കെ അവരെതിരായിരുന്നു. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്വത്തിന്റെ അല്ലെ കുടിക്കൂറ ഉയർത്തുന്നവർ, AKG സെന്ററിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഗീയവാദികൾ, അങ്ങനെ CPM തീരുമാനിക്കുന്നവരാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? എന്നിട്ടൊരു പുതിയ കഥയാണ് ഈ എന്താണ്, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച 18,874 വോട്ട് SDPIക്കാരും വെൽഫെയർ പാർട്ടിക്കാരും കൂടി ചെയ്താണോ? CPM-ന് സമ്മതിക്കാൻ മതി. ഞങ്ങൾക്ക് എല്ലാ സമൂഹങ്ങളിലും വോട്ട് കിട്ടി. പാലക്കാട് ടൗണിൽ ഞങ്ങൾ 4,000 വോട്ടിന്റെ പുറകിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം 5,000-ഓളം വോട്ട് ലീഡ് ചെയ്ത്. പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് കിട്ടിയ ലീഡ് ആരുടെ വോട്ടാ? ഈ ശ്രീധരന് പോയ വോട്ട് തിരിച്ച് ഞങ്ങൾ പിടിച്ചു അല്ലേ. ഈ ശ്രീധരൻ 50,000 വോട്ട് കിട്ടിയപ്പോൾ 39,000 വോട്ടായി. BJPയുടെ വോട്ട് കുറഞ്ഞു, ഞങ്ങളുടെ വോട്ട് കൂടി. അതല്ലേ യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാൻ പറ്റാതെ തോറ്റ് കഴിഞ്ഞിട്ട് കണക്കായിട്ട് പഴയ EMSന്റെ പരിപാടിയാണ്. കണക്കിൽ ഇപ്പൊ സംശയിക്കും പാലക്കാട് ആരാ ജയിച്ചതെന്നൊരു സംശയം തോന്നും. നമ്മൾ തോറ്റുപോയാന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. അതുപോലെ തന്നെ ഇവര് കണക്കപ്പിള്ളമാരാണ്. ഇവര് ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 1 മാസം ഈ കണക്കപ്പിള്ളമാരെ എല്ലാവരും കൂടി ഇറങ്ങും. എപ്പോഴും അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അതാണ്. ഇവിടെ അവരെന്താ പറഞ്ഞത്, ഈ തൃക്കാക്കരയിൽ 6,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞു ഇല്ലേ. 25,000 വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്. ഞങ്ങൾ സന്തോഷത്തോടെ ജയിപ്പിച്ചതിന് നന്ദിയും പറഞ്ഞ് പോയി. എന്നിട്ട് കുറേ നാൾ എന്തായിരുന്നു, പുതുപ്പള്ളിയിൽ എന്തായിരുന്നു. അപ്പം അവിടെയൊക്കെ SDPI പുതുപ്പള്ളിയിൽ 4 വോട്ടിനാണ് ജയിച്ചത്, ഉമ്മൻചാണ്ടി ജയിച്ചതിൻ്റെ. ഇവിടെ PT തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. അവിടെയൊക്കെ SDPIയിലേക്ക് ജയിച്ചു. ഇതാണ് ട്രെൻഡ് കേരളത്തിൻ്റെ. ഇതാണ് 75,000 വോട്ട് കുറഞ്ഞല്ലോ CPM-ന് എവിടെ, വയനാട്ടിൽ. അതെവിടെ പോയി? ആ വോട്ട് എവിടെ പോയി? എന്തേ പറ്റിയത്? എല്ലായിടത്തും വോട്ട് കുറഞ്ഞു CPM-ന്. വയനാട്, പാലക്കാട്,
ചേലക്കര എല്ലായിടത്തും കുറഞ്ഞു, എല്ലായിടത്തും വോട്ട് കുറഞ്ഞു, എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞു. എന്നിട്ട് പറയാണ് ഒരു ആന്റി ഇൻകംബൻസി ഇല്ല. നല്ല കാര്യം, അങ്ങനെ വിചാരിക്കണേ നമുക്കിഷ്ടം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ അവിടുത്തെ പ്രാദേശിക നേതാവ് മുതിർന്ന നേതാവ് തെരമ്പിൽ രാമകൃഷ്ണൻ അടക്കം ഇപ്പം വിമർശനമായിട്ട് വന്നിട്ടുണ്ട്. തൃശ്ശൂരിലെ DCC നേതൃത്വം വളരെ മാസങ്ങളായിട്ട് ഒരു പ്രതിസന്ധി നേരിടുകയാണ്. ഒരു നാദനില കളരിയായി കോൺഗ്രസ് സംഘടനാപരമായ കാര്യമാണ്. അത് KPCC പ്രസിഡന്റ് മറുപടി പറയും. ഞാൻ അതിലൊന്നും മറുപടിയില്ല. അതിന്റെ കൂടിയാലോചനകളിൽ ഞാൻ പങ്കെടുക്കും. ആ മുതിർന്ന നേതാക്കൾ ഗൗരവത്തോടുകൂടി എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങളത് പരിഗണിക്കും. തൃശ്ശൂരിൽ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അതിന്റെ പരിഹാരം ഉടനുണ്ടാവും. എല്ലാവരും പാർലമെന്റിലായതുകൊണ്ടാണ്, ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും പാർലമെന്റ് തുടങ്ങിയതുകൊണ്ട് അല്ല ഒക്കെ ഉണ്ടാവും. നമ്മളത് പരിശോധിക്കുന്നതാണല്ലോ. ഞാൻ അതിൻ്റെ അകത്ത് മുതിർന്ന നേതാക്കൾ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അവരെയൊന്നും മോശമെന്ന് പറയില്ല. അത് ഞങ്ങൾ ഗൗരവമായിട്ട് അത് പരിഗണിക്കും. അദ്ദേഹത്തെ പോലെ വളരെ ഒരു മുതിർന്ന നേതാവ് ഒരു അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗൗരവത്തോടുകൂടി അത് പരിശോധിക്കും. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ വെല്ലുവിളിക്കണ്ട. കാരണം എന്താണെന്നറിയാ, ആദ്യം അവിടെ ഉറച്ചു നിൽക്കട്ടെ. എവിടെയാണ് നിൽക്കുന്ന സ്ഥലത്തൊന്ന് ഉറച്ചു നിൽക്കട്ടെ. ഇപ്പോൾ ഇനി മറ്റേ ഇതിനുണ്ട്, എന്താണ് ലോക്കൽ ബോഡി ഇലക്ഷൻ ഇനി 1.5 വർഷം ഉണ്ട്. ആ ഇലക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വെല്ലുവിളിക്കാം. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഞങ്ങൾ കൂടുതൽ വിപുലമാക്കും. ഇത്രേ പറയുള്ളൂ. ബാക്കി പിന്നെ പറയാം.